ബിഗ് ബോസിനെ പറ്റിയ ഇന്നത്തെ വീഡിയോ. ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യാതെ ബിഗ് ബോസിൻ്റെ ഒരു വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേ ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ബിഗ് ബോസിൻ്റെ അകത്തെ മത്സരാർത്ഥിയായ അനുമോളുടെ നിലപാട് കണ്ടതുകൊണ്ടാണ്. ഒരു പുലിക്കുട്ടി തന്നെ. എന്തായാലും പല കാര്യങ്ങളും അനുമോൾ ചെയ്തു, പല കാര്യങ്ങളും അനുമോൾ ചെയ്യുന്നത് തെറ്റാണ്. ഒറ്റപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, പാവ കൊണ്ട് എന്തൊക്കെയോ കളിക്കുന്നു. ഒറ്റപ്പെട്ട് പാവയും പിടിച്ചിരുന്നു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ വോട്ട് കിട്ടുമെന്ന് വെച്ച അങ്ങനെ കൂടെയുള്ള ഓരോ മത്സരാർത്ഥികളും അവളെ പറഞ്ഞ് കരയിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തിനാണ് ഈ പെൺകുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നല്ല തൻ്റെ ഇടത്തോടു കൂടി അവരോട് സംസാരിച്ചാൽ പോരെ? ഇത് ശരിക്കും വോട്ട് കിട്ടാൻ വേണ്ടിയാണോ എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ടായി. അങ്ങനെ ഓരോ കാര്യത്തിലും കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ശൈത്യയും നൂറ, അതുപോലെ ആദില, ഇവരൊക്കെയും പിന്നെ ഷാനവാസും കൂടി ഇടപെട്ട് നീ ഇതുപോലെ കരയാൻ പാടില്ല, എന്തിനാണ് നീ കരയുന്നത്, അങ്ങനെ പറഞ്ഞ് മോട്ടിവേഷനൊക്കെ നടത്തി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ പിറ്റേ ദിവസം മുതൽ അനുമോൾ കരയാതിരുന്നു. അപ്പോഴത്തേക്ക് ഇവർക്ക് പ്രശ്നം, എന്തുകൊണ്ടാണ് അനുമോൾ ഇപ്പോൾ കരയാത്തത്? വൈൽഡ് കാർഡ് വന്നതുകൊണ്ട് അവൾക്ക് പ്രേക്ഷകരുടെ പിന്തുണ നല്ലതുപോലെ ഉണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് അനുമോൾ കരയാത്തതെന്ന്. ആ സമയത്ത് അനുമോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഞാൻ കരയരുതെന്ന്, അപ്പം ഞാൻ കരയാതിരുന്നപ്പോൾ നിങ്ങൾക്കതും പ്രശ്നമാണോ എന്ന്. ശരിക്കും ഓരോ മൂലയിൽ നിന്നും സംസാരം, എങ്ങോട്ട് 72 82 ക്യാമറ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഏത് ഭാഗത്തുള്ള ക്യാമറ തിരിഞ്ഞു പോയാലും അതിലൊക്കെ ലൈവിൽ കാണുന്നത് അനുമോൾ അനുമോൾ അനുമോൾ. മറ്റൊന്നും ഇവർക്ക് പറയാനില്ല. അനുമോൾ കളിക്കുന്നത് കണ്ടോ, അനുമോൾ കരയുന്നത് കണ്ടോ, അനുമോൾ കുക്ക് ചെയ്യുന്നത് കണ്ടോ, ഇങ്ങനെ പല കാര്യങ്ങളിലും അനുമോളെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഓരോ മത്സരാർത്ഥികളും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇതിനിടയിലൊരു പ്രശ്നം ഉണ്ടായല്ലോ, ആര്യൻ്റെയും ജിസേലിൻ്റെയും ഒരു കാര്യം. ആ സമയത്ത് അനുമോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. അത് തെറ്റോ ശരിയോ, അത് അനുമോളുടെ ഭാഗത്താണ് ഞാൻ, അത് ശരിയെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അനുമോളിൻ്റെ ആ ഉറച്ച നിലപാടുണ്ടല്ലോ, ആ ഒരു പുലിക്കുട്ടിയായി നിന്ന മഹാനടനായ മോഹൻലാലിൻ്റെ മുന്നിൽ പോലും ഒട്ടും പതറാതെ ഞാൻ കണ്ടു എന്നുള്ള ആ ഒരു വാക്ക് എത്ര വട്ടം ചോദിച്ചിട്ടും അതിൽ നിന്നൊരു അടി പതറാതെ ഉറച്ച നിലപാടുകൂടി നിന്ന അനുമോൾ പുലിക്കുട്ടി തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ജയിച്ചതാരാ? അനുമോളല്ലേ? ആണ്. കാരണം ഇവർ ചെയ്തോ അല്ല ചെയ്തത് തെറ്റാണോ അങ്ങനെയല്ല, അത് അനുമോൾ കണ്ടിരിക്കുന്നു. ഇനി അത് അനുമോൾ കണ്ടിട്ടില്ല എന്ന് പറയണമെങ്കിൽ മറ്റാരും അത് കണ്ടിട്ടില്ലല്ലോ. അതുപോലെ അവർ ചെയ്തിട്ടില്ല എന്ന് പറയണമെങ്കിൽ ബിഗ് ബോസ് അത് കാണിച്ചു കൊടുക്കണ്ടേ? എന്തുകൊണ്ടാണ് അത് കാണിക്കാഞ്ഞത്? ഓരോരോ കാര്യത്തിനും ലാലേട്ടൻ വീഡിയോ കാണണോ എന്ന് ചോദിക്കുന്ന മോഹൻലാൽ എന്തുകൊണ്ടാണ് ഇന്ന് ആ വീഡിയോ കാണിക്കാഞ്ഞത്? അവർക്കത് നാളെ ബിഗ് ബോസിന് അതൊരു പ്രശ്നമാവുന്നത് കൊണ്ട് മാത്രമായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ലൈവായിട്ട് പോകുന്നതല്ലല്ലോ, ഒരു ദിവസം മുമ്പുള്ള ലൈവല്ലേ കാണിക്കുന്നത്. അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാതിരിക്കാൻ അവർക്ക് ശ്രമിക്കാമല്ലോ. അത് പറ്റില്ല. കാരണം എന്തുകൊണ്ട്? ഇതൊക്കെ പ്രേക്ഷകരുടെ മുൻപിൽ എത്തിയാലല്ലേ കൂടുതൽ റേറ്റിംഗ് ഒക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതവർ പുറത്ത് വിട്ടു. പക്ഷേ അത് ചെയ്തോ ചെയ്തില്ലേ എന്നുള്ള നിരപരാധിത്വം തെളിയിക്കാൻ ഒരു വീഡിയോയും അവർ കാണിച്ചില്ല. വൈൽഡ് കാർഡ് വന്നപ്പോൾ അനുമോൾക്കാണ് പുറത്ത് കൂടുതൽ വോട്ടും, അനുമോളാണ് ഉദിച്ച് നിൽക്കുന്നത് എന്നൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും അസൂയ മൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അനുമോളുടെ കൂടെ നിൽക്കണോ അനുമോളുടെ കൂടെ നിൽക്കണ്ടോ എന്നുള്ള രണ്ട് തരം ചിന്തയിലാണ് പല മത്സരാർത്ഥികളും. അതിൽ ഇന്നലെ ബിന്നിയും കൂടെയുള്ള റെന ഫാത്തിമയും കൂടി പറയുന്നത് കേട്ടു, ഈ പറഞ്ഞ അനുമോൾ പറഞ്ഞതിൽ ചെറിയൊരു സത്യമുണ്ട് എന്നുള്ള രീതിയിലൊരു സംസാരം അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അനുമോൾ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല നമ്മളുടെ വിഷയം. ഏതായാലും പറഞ്ഞ നിലപാടിൽ ഇത്രയും വലിയ മഹാനടനായ മോഹൻലാലിൻ്റെ മുന്നിൽ കൂടി ഇത്രയും ആൾക്കാർ എല്ലാവരും ചുറ്റും കൂടി നിന്ന് അനുമോൾ പറഞ്ഞത് തെറ്റ് എന്ന് പറഞ്ഞപ്പോഴും ആ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിന്ന് ഞാൻ കണ്ടു എന്ന് പറയുന്ന ആ ഒരു വാക്ക്, ആ ബോഡി ലാംഗ്വേജ് എല്ലാം കൂട്ടി നോക്കുമ്പോൾ അതൊരു പുലിക്കുട്ടിയായിട്ട് തന്നെ അതൊരു വല്ലാത്തൊരു സന്തോഷം തോന്നുക. ഒരു പെൺകുട്ടി, പല മത്സരാർത്ഥികളും പറയുന്നതുകൊണ്ട് ഇവളുടെ കൂടെ തന്നെ നിന്ന് ശൈത്യ അല്ലെങ്കിൽ ആദില, നൂറ ഇവരൊക്കെ പറയുന്നത് കേട്ടു, അനുമോൾ ഗെയിമാണ് കളിക്കുന്നത്, അനുമോൾ ഫേക്കാണ്, ഗെയിമാണ് കളിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവരെല്ലാവരും പോയത് ഗെയിം കളിക്കാനല്ലേ? ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ? അല്ല അതിൽ ഞാൻ നിരപരാധിയാണ്, അല്ല ഞാൻ വളരെ ഇന്നസെൻ്റായിട്ടാണ് ഇവിടെ കളിക്കുന്നത്, ഞാൻ എൻ്റെ എല്ലാ ഇതും കൊടുത്താണ് ഇതിൽ നിൽക്കുന്നത്, ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും കൂടി നിന്ന് എല്ലാവർക്കും കൂടി ഞാനിതാ നിരപരാധിയാണ്, ഞാൻ ഇന്നസെൻ്റാണ് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരു മത്സരം വെച്ചാൽ പോരെ? വീട്ടുകാരെ മുഴുവനും വിട്ട് എല്ലാത്തിൽ നിന്നും മാറി പുറം ലോകവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിട്ട് ഈ ഒരു ബിഗ് ബോസിൻ്റെ അകത്തോട്ട് പോകുന്നത് ഗെയിം കളിക്കാൻ തന്നെയല്ലേ? പിന്നെ എന്തിനാണ് അവർ പറയുന്നത് അവൾക്കെല്ലാം ഗെയിമാണ്, കയ്യിലിരിക്കുന്ന പാവ ഗെയിമാണ്?
അവളുടെ ഗെയിം അങ്ങനെ ആയിരിക്കാം. അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? അവൾ ഒരാളെ കൊണ്ട് പോലും നമ്മൾ ഓരോ മൂലയിൽ പോയിട്ട് ഇവരിങ്ങനെയാണ് അവരിങ്ങനെയാണ് ആ ബിന്നിയൊക്കെ പറയുന്നതിൻ്റെ 1% പോലും പറയാത്തൊരു ഒരു രണ്ടാൾ, ഒന്ന് അനീഷും ഒന്ന് അനുവാണ്. അല്ലാതെ അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം തന്നെ നമ്മുടെ പഴയ അമ്മമാരൊക്കെ ഉണ്ടാവില്ല, പഴയ ഇതേപോലെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ടാവില്ല, അതുപോലെയാണ് ഓരോരുത്തരെ പറ്റിയും ഓരോ മൂലയിലിരുന്നു. ആണുങ്ങളാവട്ടെ അക്ബർ, അപ്പാനി, ഇവരെല്ലാവരും എവിടെ നമ്മൾ ക്യാമറ തിരിഞ്ഞ് കഴിഞ്ഞാലും അനുമോളെ പറ്റിയുള്ള കുറ്റം അല്ലേ മറ്റാരെ പറ്റിയുള്ള കുറ്റം. ഏതായാലും അനുമോൾ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ട സമയത്തൊന്നും കണ്ടിട്ടുണ്ടായിട്ടില്ല. ആരെ പറ്റിയും അനുമോളൊരു കുറ്റം, സ്വന്തം സുഹൃത്തായ ശൈത്യയെപ്പറ്റി അനുമോൾ എവിടെയും അങ്ങനെയൊരു കുറ്റമായിട്ട് ശൈത്യ അങ്ങനെയാണ് അങ്ങനെയൊന്നും പറയാൻ നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ശൈത്യോ അനുമോളെപ്പറ്റി എവിടെയൊക്കെയാണ് പോയിരുന്ന് പറഞ്ഞത്. ആദില ആയാലും നൂറയായാലും കിട്ടുന്ന സമയത്തൊക്കെ അനുമോളെ ഇതുപോലെ എവിടെയാണ് താഴ്ത്താൻ പറ്റുക അവിടെയൊക്കെ അനുമോളെ താഴ്ത്തിയിട്ടുണ്ട്. എന്തായാലും ആ അനുമോളുടെ നിലപാട് ഒരു വല്ലാത്ത സന്തോഷം തോന്നി കണ്ടപ്പോൾ. ഇതുപോലെ തന്നെ അനുമോൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുമോൾക്ക് കപ്പടിക്കാൻ പറ്റുന്നൊരു മത്സരാർത്ഥി തന്നെയായിട്ടാണ് കാണുന്നത്. എന്തായാലും മുമ്പൊന്നും ശ്രദ്ധിക്കാത്ത അനുമോൾ ഏതിലൊക്കെയോ അഭിനയിച്ചിട്ടുണ്ട്, ഏതൊക്കെയോ കോമഡി ഷോയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് വരെയും ഞാൻ അനുമോളുടെ ഒരു വീഡിയോയോ ഒരു ഷോയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഞാൻ ഈ ബിഗ് ബോസിൽ കണ്ടപ്പോഴും ആദ്യമൊന്നും ശ്രദ്ധിക്കാത്ത ഈ ഒരു പെൺകുട്ടിയുടെ ഗെയിം വളരെയേറെ ഇഷ്ടപ്പെട്ടതുകൊണ്ടും അതുപോലെ തന്നെ ഇന്ന് കണ്ട ആ ഒരിത്, ഇന്ന് ജയിച്ചത് ഇതുപോലെ ആര്യനോ അല്ല മറ്റ് മത്സരാർത്ഥികളോ ആരുമല്ല ഇന്ന് ജയിച്ചത്. ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്ന്, അത് തെറ്റായാലും ശരിയായാലും ലോകം മുഴുവനും കുറ്റപ്പെടുത്തിയാലും ഞാൻ പറഞ്ഞ കാര്യം അത് സത്യമാണ് എന്നുള്ളതിൽ ഉറച്ചു നിന്ന് അനുമോൾക്ക് തന്നെ ഇരിക്കട്ടെ ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ എപ്പിസോഡ്. ഇത് കേൾക്കുന്ന പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവാം. എന്തായാലും ഇത് കാണുന്ന 1-2 ആൾക്കാരായാലും ഇതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ പറയുന്നത് ശരിയല്ല, നിങ്ങൾ പറയുന്ന തെറ്റാണ്, അനുമോൾ ചെയ്തത് തെറ്റാണ്, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവുമല്ലോ. അതിലൊരാളാണെങ്കിൽ കൂടി ഇത് കണ്ടിട്ട് നിങ്ങൾ പറയുന്നത് ശരിയാണെന്നോ അല്ല നിങ്ങൾ പറയുന്ന തെറ്റാണെന്നോ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എന്തായാലും കമൻറ്റ് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കും.